എല്ലാവർക്കും സ്നേഹവന്ദനം. പെന്തക്കോസ്തുകാരോടൊരു ദൂത് എന്തെന്നറിയാവോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ നടന്നു. വലിയൊരു ഗ്രാൻഡ് കൺവെൻഷനാണ്. അതിന് പിമ്പിൽ ദേവദാസന്മാർ നന്നായി രാവെന്നോ പകലെന്നോ നോക്കാതെ നന്നായി പ്രയത്നിച്ചു. ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പോസ്റ്റർ ചുവരുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫ്ലക്സ് ഒത്തിരി ജംഗ്ഷനുകളിൽ ആ ഫ്ലക്സ് വെച്ചു. ഈ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ട് അറിയപ്പെടുന്നൊരു ഗ്രൗണ്ടാണ്. മിക്കപ്പോഴും ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടത്താറുണ്ട്. പല പ്രഗത്ഭന്മാരായ ദേവദാസന്മാരും ഈ ഗ്രൗണ്ടിൽ ശുശ്രൂഷിച്ച് തെളിയിച്ച ഒരു സ്ഥലമാണ് ഈ കൺവെൻഷൻ നടക്കാൻ പോകുന്ന സ്ഥലം. ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ സ്ഥലം പറയുന്നില്ല, സഭാ വ്യത്യാസം തന്നെ CSAക്കാർ, കത്തോലിക്കക്കാർ, പെന്തക്കോസ്തിലെ ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ ഒരുപാട് ദൈവമക്കൾ വന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ട്. എപ്പോൾ നടത്തിയാൽ. ഇപ്രാവശ്യം ഈ കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഈ കൺവെൻഷൻ നടത്തുമ്പോൾ അതിൻ്റെ കുറേ ചുറ്റുപാടിൽ ചില പെന്തക്കോസ് ക്രൈസ്തവരുണ്ട്. ദൈവമക്കളെന്ന് അഭിമാനപ്പെടുകയും അവകാശപ്പെടുകയും ചെയ്യുന്നവർ. അപ്പോൾ എല്ലാ പ്രാവശ്യം കൺവെൻഷൻ വെക്കുമ്പോൾ ഇവർ കൺവെൻഷൻ പങ്കെടുത്ത് കൺവെൻഷൻ അനുഗ്രഹമായി തീർക്കാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം കൺവെൻഷൻ വെച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഈ സ്റ്റേഡിയത്തെ കൺവെൻഷൻ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെക്സ് വയ്ക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്ത് അറിയപ്പെടുകയും ചെയ്യും ദേശത്ത്. എന്നാൽ ഈ കൺവെൻഷൻ എൻ്റെ അന്ന് തുടങ്ങുന്നതിൻ്റെ അന്ന് ഞാൻ ആ ജംഗ്ഷൻ മാറി വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു മണ്ഡപം വാടകയ്ക്കെടുത്ത് ഈ കൺവെൻഷനിൽ വരുന്ന കുറേ പെന്തക്കോസുകാരെ കൂട്ടി ഇവർ ഒരു കൺവെൻഷൻ അവിടെ രൂപീകരിച്ചു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാമോ ഇവരെ കൂട്ടി ഇവിടെ ഈ എന്താ പറയുക മണ്ഡപം വാടകയ്ക്കെടുത്ത് കൺവെൻഷൻ നടത്തിയെന്നറിയാമോ? ഇവർ ആ മറ്റ് കൺവെൻഷനിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കരമായ ദുഃഖം തോന്നി, സങ്കടം തോന്നി. ദൈവദാസന്മാർ എന്തിനു ചെയ്തു? കാര്യം കഴിഞ്ഞ വർഷം വരെ ഇതില്ല. ഈ ദൈവമക്കൾ ഈ സ്റ്റേഡിയത്തിലൊക്കെ കൺവെൻഷൻ പങ്കെടുക്കാറുണ്ട്. എന്നാൽ ഇനി എൻ്റെ ദൈവമക്കൾ, ഞങ്ങളുടെ സംഘടനയിലെ സഭയിലെ ഞങ്ങളുടെ സംഘടനയിലെ ദൈവമക്കൾ ഈ കൺവെൻഷന് പോകണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഇവർ അവിടെ നിന്ന് വിലക്കാൻ വേണ്ടി, ആ കൺവെൻഷൻ പോകാതിരിക്കാൻ വേണ്ടി ഇവർ ഏറെടുത്ത് റൂം വാടകയ്ക്ക് എടുത്ത് കൺവെൻഷൻ നടത്തുകയാണ്. ഈ സ്റ്റേഡിയവും ഈ കൺവെൻഷൻ നടന്ന ഈ മണ്ഡപവും തമ്മിൽ ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. സത്യത്തിൽ അവിടെ ഭയങ്കര കൺവെൻഷൻ നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര ആരാധന നടക്കുകയാണ് എന്നും അവരെ ലോക്ക് ചെയ്യുക. ഞങ്ങളുടെ മക്കൾ അവിടെ കൺവെൻഷൻ പോകരുത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എന്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ദൈവദാസന്മാർ എന്ത് ഉദ്ദേശിച്ചാണ് അവർ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പരിസരത്ത് ഒരു ഹൈന്ദവ ക്ഷേത്രം, നമുക്കൊരു കിലോമീറ്ററിനകത്ത് ഒത്തിരി ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവർ ഏതെങ്കിലും ക്ഷേത്രത്ത് ഒരുമിച്ച് ഈ 1 കിലോമീറ്റർ അകത്തുള്ള ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് ഉത്സവം നടത്തുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. എന്താ കാര്യം? അവർ അന്വേഷിച്ചിട്ട് മാറി മാറി ഡേറ്റ് ഫിക്സ് ചെയ്താണ് ഈ ക്ഷേത്രങ്ങൾ ഉത്സവം നടത്തുന്നത്. ദൈവത്തെ ആരാധിക്കുകയും സത്യദൈവത്തെ പിൻചൊല്ലുകയും ചെയ്യുന്ന നമുക്കോ അല്ല. മാസങ്ങൾക്ക് മുമ്പ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടും ഇവർ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഈ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവർ സ്റ്റേഡിയത്തിന് കുറേ ഇപ്പുറത്ത് എന്താ പറയുക മണ്ഡപം വാടകയ്ക്ക് എടുത്ത് അന്നേ ദിവസങ്ങളിൽ അതേ 4 ദിവസം ഇവിടെ ഇവർ കൺവെൻഷൻ നടത്തി. ഞങ്ങളുടെ മക്കൾ ആ കൺവെൻഷൻ പോകരുത്. ഏത് അമ്പലങ്ങളിൽ ഈ സംഭവം നടത്താറുണ്ടോ? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് ഈ ക്ഷേത്രങ്ങൾ ഒരുമിച്ച് ഉത്സവം നടത്താറില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ ആരാധന എങ്ങോട്ടാണ്? നമ്മുടെ ദൈവത്തെ പ്രസാദിക്കുന്നു എന്ന് പറയുന്ന പ്രയാണം ഏത് വഴിക്കാണ്? ഞാൻ ചോദിക്കുന്നത്, ഒരു ഐക്യതയില്ലാത്ത, ഒരുമയില്ലാത്ത ഈ പ്രാർത്ഥന കൊണ്ട് എന്താ പ്രത്യേകത ഉള്ളത്? രണ്ടിടത്തും നന്നായി കൊട്ടിഘോഷിച്ച് കൊയറും പ്രഗത്ഭന്മാരും ആരാധിച്ചു. എന്തിന് പ്രയോജനം? ഈ ഐക്യതയില്ലാതെ വക്രബുദ്ധിയാലും എന്താ പറയുക ഈ കപടചിന്തയാലും ഉണ്ടാക്കിയ ഈ പ്രാർത്ഥന ദൈവം പ്രസാദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യമായി പ്രാർത്ഥനയെ പോലെ അതേ പവറുണ്ട് ഐക്യതയ്ക്കും. ഐക്യതയെ പോലെ
ഒരേ പവറാണ് പ്രാർത്ഥനയ്ക്കും. നിങ്ങൾക്കറിയാമോ, മർക്കോസിൻ്റെ മുറിയിൽ 120 പേർ ഒരുമിച്ച് കൂടി എന്നാണ്. ഓരോരുത്തരെല്ലാം ഒരുമിച്ച് കൂടി കാത്തിരുന്നപ്പോൾ സ്വർഗം പോലും വിറച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവസാന്നിധ്യം അയച്ച് ആ ദൈവസാന്നിധ്യത്താൽ അഭിഷേകത്താൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ അവർ ആരാധിച്ചു. ഉണ്ടോ? 120 പേർ ഒരുമിച്ച് മുറിക്കകത്തിരുന്നപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങിയെന്നാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. നമ്മുടെ സംഘടനകൾ തമ്മിൽ വിഭിന്നതയല്ലേ. ഇന്ന സംഘടനക്കാർ, അന്ന സംഘടനക്കാർ, ഇന്ന സംഘടനക്കാർ, ജാതി കുറഞ്ഞവൻ ഒരു സ്ഥലം, ജാതിയിൽ കൂടിയവന് വേറെ ആരാധന, പിന്നെ പണമുള്ളവന് വേറെ ആരാധന, വെളുത്തവന് കറുത്തവന് വ്യത്യസ്തപരമായ ആരാധന ശൈലിയും ആരാധന സ്ഥലവും ഒരുക്കും. ഈ പ്രവണതയോട് ദൈവം അനുകൂലിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരോട് അസൂയയും കപടതയും വക്രതയും ഈ കാപ്പട്യവും മായവും ചതിയും വഞ്ചനം നിർത്തി കയ്യിലിരിപ്പ് കളഞ്ഞ് മാന്യമായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് സകലം നേടാൻ പറ്റും. ഇവിടെ ഇന്ത്യ പിടിച്ചെടുക്കും എന്ന് പ്രസംഗിക്കുന്നതല്ലാതെ ഇന്ത്യയുടെ വാൾത്തുമ്പിൽ പോലും പിടിക്കാൻ പറ്റുന്നില്ല. എന്നറിയാവോ? ഈ പ്രശ്നമാണ്. ഒരുമിച്ച് നീയൊക്കെ പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് ഐക്യതയോടെ IPCയും AGയും ഷാരോണും ചർച്ച് ഓഫ് ഗോഡും ഇവിടെ ഇൻഡിപെൻഡൻ്റ് കുറേ സംഘടനകളും ഒക്കെയുണ്ട്. ഈ വേർതിരിവൊക്കെ മാറ്റി വച്ചിട്ട് ഒരുമിച്ച് ദൈവമക്കൾ കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ പറ്റും. ഇന്ത്യയെ പിടിച്ചെടുക്കാമെന്ന് വായുതോരാതെ പ്രസംഗിക്കുന്നതല്ലാതെ ഉറപ്പിച്ച് പറയാം, ഈ ഐക്യതയും സ്നേഹവും ഒരുമയില്ലാത്തിടത്തോളം കാലം ഇന്ത്യയുടെ വിരൽത്തുമ്പിൽ പോലും പിടിക്കുവാൻ നിനക്കൊക്കെ കഴിയത്തില്ല. ഇത് വ്യക്തമായ തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഐക്യത പ്രാർത്ഥനയെ പോലെ പവറാണ് ഐക്യതയ്ക്ക്. ഇത് വേറെ ആർക്കുമില്ല. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസ്ത് കൂട്ടർക്ക് മാത്രമാണ് ഈ ഐക്യത ഇല്ലാത്തത്. ഇതിപ്പോൾ ആരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കുക, ഉണരുക. പിന്നെ മറ്റുള്ളവരെ സേട്ടർ എന്നെണ്ണുവാനുള്ളൊരു പ്രാഗൽഭ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. എനിക്ക് വലിയ ജാതിയൊന്നും എനിക്ക് തലയ്ക്കകത്തില്ല. എനിക്ക് ഇന്നതാണെന്നൊന്നും എനിക്ക് വലിപ്പമോ ചെറുപ്പമോ എനിക്കൊന്നുമില്ല. പിന്നെ എനിക്കിന്ന സംഘടനക്കാരാണെന്ന് എനിക്കൊന്നുമില്ല. ഞാൻ എല്ലാവരും ഐക്യതയോടെ സ്നേഹത്തോടുകൂടെ തന്നെയാണ് കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്ന് ഭിന്നത മാറുമോ അന്ന് ദൈവമഹത്വം ഭൂമി വെളിപ്പെടും. നമ്മൾ പറയാറില്ലേ, പ്രാർത്ഥിക്കൂ, ശത്രു ബലപ്പെടുകയാണ്, പിശാച് ബലപ്പെടുകയാണ്, ഇന്ത്യയിൽ ശത്രു ഉയർത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കാതെ, ഐക്യതയില്ലാതെ, ഒരുമയില്ലാതെ, സ്നേഹമില്ലാതെ കാപ്പട്യം കാണിച്ച് ഒതുക്കപ്പെടുമ്പോൾ ശത്രു ബലപ്പെടുന്നുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് നോക്ക്, ശത്രുവിനെ ജയിക്കുവാനുള്ള പവർ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. വെളിപ്പാട് പോയി, കാഴ്ചപ്പാട് ഭംഗിപ്പോയെന്നേ. ദൈവമാണ്, ദൈവത്തെ ആരാധിക്കണമെന്നുള്ള പിന്നെ പണ്ട് ചെയ്തു വെച്ച അപ്പച്ചന്മാരുടെ പ്രമാണങ്ങൾ ഇങ്ങനെ പിന്തുടരുന്നതല്ലാതെ കാഴ്ചപ്പാടൊന്നുമില്ല. വെളിപ്പാട് വാങ്ങി, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, മറ്റുള്ളവർക്കോട് മറ്റു സംഘടന ഇന്ന സംഘടന വെച്ചാൽ അവരെക്കാളും വലുതാകണമെന്ന് മത്സരബുദ്ധിയാൽ പോരാടുന്ന നമ്മളോട് നമുക്ക് വേണ്ടി ദൈവം പ്രസാദിക്കുമോ? അപ്പോൾ ദൈവം നടത്തും. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം കരുണ തോന്നി നടത്തുന്നതാണ്. ഞാൻ പറയാം, ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തിയിട്ട് ഐക്യതയോടെ പോരാടാൻ നോക്കുന്നേ. ശത്രുവിന് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥന മാത്രം പോരാ, ഒരുമയുണ്ടാക്കണം. ദൈവം അങ്ങനെ പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, നമ്മളെല്ലാ ദൈവമക്കളും കൈകോർത്ത് ഒരുമിച്ച് മുട്ടുമടക്കിയ ഈ ലോകം കിടുങ്ങും. ലോക സാമ്രാജ്യം പിടിച്ചെടുക്കാൻ പറ്റും, രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റും, സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ എഴുതി പറയിക്കാറുണ്ട്, മുഖ്യമന്ത്രി ഗുണപ്പെടണം, ഇന്ന മന്ത്രി ഗുണപ്പെടണം, ഇന്ന സംസ്ഥാനം മനസ്ഥാനത്തിൽപ്പെടണം, ഇന്ന രാജ്യം പിടിച്ചെടുക്കണം, ഇന്ന മന്ത്രി ഗുണപ്പെടണം. ന്യായിക്കതയില്ലാതെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എഴുതി എന്നും പേപ്പർ എഴുതി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ കേട്ടതാണ് ഇന്ത്യയെ പിടിച്ചെടുക്കുമെന്ന്. സന്തോഷം തോന്നി. ബട്ട് ഇന്ന് നോക്കിയപ്പോൾ കാണാം ഇന്ത്യയിലെ വാൾത്തുമ്പിൽ പോലും പിടിച്ചെടുക്കാൻ പറ്റില്ല. എന്തറിയാവോ? ഇല്ല, ഐക്യതയില്ല, സ്നേഹമില്ല, ഒരുമയില്ല. ഒരു സംഘടനക്കാരൻ മറ്റു സംഘടനയോട് ഐക്യതയില്ല. ഇന്ന സംഘടനക്കാരൻ അവനോട് താല്പര്യക്കുറവാണ്, അവൻ അംഗീകരിക്കാൻ മനസ്സില്ല. ഏതെങ്കിലും ഇൻഡിപെൻഡൻറ്റ് സംഘടനക്കാരനെ പാസ്റ്റർ കണ്ടാൽ അവൻ കുറച്ച് കുറവുള്ളവൻ, അവന് അഭിഷേകവും കൃപയൊന്നുമില്ല. ഇൻഡിപെൻഡൻറ്റ് സംഘടന നിന്നെക്കാട്ട് പ്രാർത്ഥിക്കുന്ന അവനായിരിക്കും, നിന്നെക്കാട്ട് പ്രാർത്ഥിക്കുന്ന അർദാസനായിരിക്കും, നിന്നെക്കാട്ട് വിശുദ്ധ ദേവദാസനായിരിക്കും, നിന്നെക്കാട്ടും കരയുന്നത് ദേവദാസനായിരിക്കും. ഞാൻ പറയുന്നു, മുകളെ തട്ടുന്ന താഴെ ഇറങ്ങണം. കർത്താവ് ഇറങ്ങണമെങ്കിൽ തമ്പുരാൻ നമ്മളെ പ്രസംഗിക്കാറില്ല. പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്,
വിണ്ണുവിട്ട് മണ്ണിൽ വന്ന തമ്പുരാൻ, തമ്പുരാൻ വിണ്ണുവിട്ട് മണ്ണിൽ വന്നു. നമ്മളോ ഇന്ന് മകുടത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുകയാണ്. നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ആര് കാല് വെക്കിരുന്നാലും അതെന്ന് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാറത്തൊന്നുമില്ല. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങളൊരു പ്രബോധനം തരാം. ഇനിയെങ്കിലും ഈ വാർത്ത കേട്ടിട്ടെങ്കിലും ഒന്ന് ഐക്യതയോടെ, ഒരുമയോടെ, ഭിന്നതകൾ മാറ്റി, സംഘടനയ്ക്കകത്ത് ഭിന്നതകൾ, സഭയ്ക്കകത്ത് ഭിന്നതകൾ, അതുപോലെ സെൻറ്ററിനകത്ത് ഭിന്നതകൾ, ആർക്ക് വേണ്ടി എന്നാണ്? ആർക്ക് വേണ്ടിയിട്ട് ഭിന്നതകൾ? സംഘടനയ്ക്കകത്ത് ഭിന്നത, പിന്നെ സെൻറ്ററിനകത്ത് ഭിന്നത, സഭയ്ക്കകത്ത് ഭിന്നത. എവിടെ കൊണ്ടുപോകാനാ? എന്നിട്ടൊരുമിച്ച് ആരാധിച്ചാൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നതാണോ? ഇല്ല. സോ പ്ലീസ്, അതുകൊണ്ട് നിങ്ങൾ ഐക്യത ഒരുമിച്ച് കൂട്ടി ഐക്യതയോടെ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ശത്രുവിൻ്റെ സാമ്രാജ്യത്തെ ജയിക്കാൻ പറ്റും. പിശാച് മണ്ഡലങ്ങളെ തകർക്കാൻ പറ്റും. പിശാചിൻ്റെ കോട്ടകളെ പിടിച്ചെടുക്കാൻ പറ്റും. ആത്മാക്കളെ മാനസാന്തരപ്പെടുത്താൻ പറ്റും. സാക്ഷ്യമില്ല, സാക്ഷ്യത്തെ പിടിച്ചുകൊണ്ടുപോവാ. നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടും. അതിനായി ഇനിയെങ്കിലും ഐക്യതയോടെ മുമ്പോട്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന്, ദൈവം സഹായിച്ചാലേ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.